കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുറച്ച് പേരെ ദൈവാലയത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ മനസ്സിന് സന്തോഷം നൽകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഇടവക അതിൻ്റെ എല്ലാ അർത്ഥതലത്തിലും ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലാണ്. ദൈവാലയം പുതുക്കിപ്പണിക എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന സാധ്യത ഉപയോഗിച്ച് ഭൗതിക സാധനങ്ങൾ കൊണ്ട് തന്നെ പുതുക്കുക എന്നുള്ളതിനപ്പുറം ദൈവാലയത്തിന് മറ്റു ചില ദർശനങ്ങളൊക്കെ ഉണ്ട്. വന്ന് കാണുന്നവരൊക്കെ ദൈവാലയം വളരെ മനോഹരമായിരിക്കുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് അല്പം ആത്മാഭിമാനമൊക്കെ തോന്നും. പക്ഷെ അതേ സമയത്ത് തന്നെ ജീവിതത്തിൻ്റെ സത്തായ ഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതിലുള്ള സംതൃപ്തി, അത് ഈ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ വീട് കുദാശയുടെ സമയത്ത് ഞാൻ പറയാറുണ്ട്, ദൈവം മനുഷ്യൻ നൽകുന്ന സാധ്യത ഉപയോഗിച്ച് ചെറുതോ വലുതായിട്ടുള്ളൊരു വീട് വെക്കുവാനായിട്ട് മനുഷ്യനെ കൊണ്ട് കഴിയും. അവൻ്റെ അധ്വാന ഫലമായിട്ട് ചിലപ്പോൾ അല്പം കടമൊക്കെ എടുക്കേണ്ടി വരുമായിരിക്കാം. എന്നാൽ ആ വീട് ദൈവഭവനമായി നിലനിർത്തുക എന്ന് പറയുന്നത് ആ വീട് പണിതതിനേക്കാൾ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 1 കോടി രൂപയുടെ ഒരു വീട് മേടിച്ചാൽ പണിതാൽ ആ പണിയുന്നതിനേക്കാൾ, അതിന് വിഭവങ്ങൾ കണ്ടെത്തിയതിനേക്കാൾ വളരെ ശ്രമകരമാണ് ആ വീട് ദൈവഭവനമായി നിലനിർത്തുക എന്ന് പറയുന്നു. ദൈവം നമുക്ക് വരുന്ന സാധ്യതകൾ ഉപയോഗിച്ച് പുതുക്കത്തിന്റെ ബാഹ്യരൂപങ്ങളായിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരമുണ്ടാകും. പക്ഷെ ഓരോ പെരുന്നാളും ഓരോ വിശുദ്ധ ബലിയും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യം, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും ആരാധനാ സമൂഹത്തിന്റെയും ഒക്കെ സമർപ്പണം അതെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകം നമ്മിൽ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ചില സമീപനങ്ങൾ എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മൾ ഈ പരുമല പെരുന്നാളിന്റെ പദയാത്രയുണ്ട്. ലോകം ധരിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു എക്സ്പ്രഷനാണ് അതെന്നാണ്. പള്ളിയുടെ പെരുന്നാൾ റാസയുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ദൈവാലയത്തിന്റെ ഉള്ളിലുള്ള ആധ്യാത്മിക ജീവിതത്തിന്റെ വളരെ കൃത്യമായ ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ് ഈ പെരുന്നാൾ റാസയും പരുമലയ്ക്കുള്ള പദയാത്രയും എന്നൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. അവരെ നമുക്ക് ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അങ്ങനെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ആകേണ്ടതാണ്. പക്ഷെ അതാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ 31 വർഷത്തെ വൈദിക ജീവിതം കൊണ്ട് എനിക്കാകുന്നില്ല. ശരിയാണ്, നമ്മൾ മെഴുകുതിരി കത്തിച്ചു പിടിച്ച് ഭക്തിയോടുകൂടെയാണ് ഈ പ്രദക്ഷിണങ്ങളിലൊക്കെ സംബന്ധിക്കുന്നത്. പരുമല പദയാത്രയ്ക്ക് വളരെ ദൂരെ നിന്ന് ദിവസങ്ങളെടുത്ത് യാത്രയൊക്കെ നടത്തി പരുമല വന്നിട്ട് പലരും നടക്കുന്ന കാണുമ്പോൾ നമുക്ക് അയ്യോഭാവം തോന്നും. കാലുമൊക്കെ പൊട്ടി, ചെരുപ്പിന്റെ ഇത് വള്ളിയും പൊട്ടി എല്ലാമായിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാം. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഇത്ര ബുദ്ധിമുട്ടി വന്നിട്ട് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയുടെ വാക്കുകൾ ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ അതിനെ മൊത്തത്തിൽ ഒന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 98% ആളുകളും പ്രാർത്ഥിക്കുന്നത്, പരുമല തിരുമേനി അങ്ങ് ജനിച്ചപ്പോൾ അങ്ങേക്കുണ്ടായിരുന്നതും ക്രിസ്തുവിനെ പ്രതി അങ്ങ് വേണ്ട എന്ന് വെച്ചതും
അങ്ങയുടെ മധ്യസ്ഥത കൊണ്ട് ഞങ്ങൾക്ക് തരണം. ഇതാണ് ഈ ബുദ്ധിമുട്ടി പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. എല്ലാം പിടികിട്ടിയാണ്. അങ്ങ് ജനിച്ചപ്പോൾ അങ്ങേക്കുണ്ടായിരുന്നതും ക്രിസ്തുവിനെ പ്രതി അങ്ങ് ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ചതും, പൗലോസ് പറയുന്നുണ്ടല്ലോ പലതും ഛേദമെന്ന് എണ്ണിയെന്ന്, വേണ്ട എന്ന് വെച്ചതും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് നിന്റെ മധ്യസ്ഥയിൽ അത് ഞങ്ങൾക്ക് ലഭിക്കണം. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. യഥാർത്ഥത്തിൽ എന്തിനാണ് പോകേണ്ടത്? ഒരു പുരോഹിതനാ കബറെങ്കിൽ പോകുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ഈ സഭയിൽ ജനിച്ച് ജീവിച്ച് ഈ സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച് കടന്നുപോയ ഈ പിതാവിനെ ഓർക്കുമ്പോൾ അതേ പൗരോഹിത്യം ഏറ്റിരിക്കുന്ന എൻ്റെ ജീവിതം ഈ പിതാവിൽ നിന്ന് എത്രയോ മൈലുകൾ അകലെയാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ പിതാവിനെ പോലെ നീതിയിലും വിശുദ്ധിയിലും ദൈവാരൂപമാകുവാനുള്ള കൃപ എനിക്ക് തരണമേ. പരിശുദ്ധ പിതാവേ, അതിനായി നീ പ്രാർത്ഥിക്കണമേ. ഇതാണ് എൻ്റെ ആയുസ്സിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. വേറെ ഒരാവശ്യവും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറയാനുള്ളതും അതൊക്കെ തന്നെ ആയിരിക്കും, അതിനോട് ചേർന്നായിരിക്കണമെന്നാണ് സഭയുടെ ആഗ്രഹം. അതിൻ്റെ ശുശ്രൂഷകൻ എന്നുള്ളതിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ആധ്യാത്മികതയുടെ അവതരണത്തിന് വളരെ കാര്യമാത്രമായിട്ടുള്ള അപജയങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരു ദൈവാലയം പുതുക്കി പണിത് തലമുറകൾക്കായിട്ട് നൽകുമ്പോൾ ആധ്യാത്മികയിൽ നമുക്ക് വന്നുപോയിട്ടുള്ള അപജയങ്ങളെ കണ്ടെത്തി ഏറെ പുതുക്കത്തോടുകൂടെ നാം ആയിരിക്കും തലമുറയിൽ, നാം അധിവസിക്കുന്ന ഇടത്ത് മറ്റുള്ളവർക്ക് ജീവിത സാക്ഷ്യമായി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഏറെ സഹിച്ച ഒരമ്മയും അമ്മയുടെ 7 മക്കളെയും ഗുരുവിനെയും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എവിടെ നിൽക്കുന്നു നമ്മുടെ സഹനത്തിന്റെ പാഠം? ഇന്ന് രാവിലെ വായിച്ച വേദഭാഗം ഓർക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും നിന്നെ വിരുന്നിന് വിളിച്ചാൽ എന്ത് ചെയ്യണം? പോയി 1ാമത്തെ സീറ്റിൽ, അങ്ങനല്ലേ പറഞ്ഞു, ഏറ്റവും ഒടുവിലത്തെ സീറ്റിൽ പോയി ഇരിക്കണം. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിന് ക്രമമുണ്ട്. ആ ക്രമം വിളിച്ചവന് മാത്രമേ അറിയുകയുള്ളൂ. ഈ പ്രബോധനം ജീവിതത്തിൽ പാലിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? പാലിക്കും. എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവാലയത്തിൽ വരുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ ഏറ്റവും പുറകിൽ നിൽക്കും, അച്ഛൻ വിളിച്ച് മുമ്പോട്ട് ഇരുത്താനായിട്ട്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ അല്ലിരിക്കുന്നത് കേട്ടോ, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. സാധാരണ സംഭവിക്കുന്നത് അങ്ങനെയാണ്. കൺവെൻഷനൊക്കെ വന്നാൽ ഏറ്റവും മുമ്പിലെ കസേര മുതൽ അല്ലിരിക്കുന്നത്. അങ്ങനെ ഇരിക്കണമെന്ന് അച്ഛന്മാർ ആവർത്തിച്ച് പറയും. പക്ഷെ ഏറ്റവും പുറകിൽ തൊട്ടേ ഇരിക്കുകയുള്ളൂ. എന്താണെന്നറിയോ? കർത്താവ് ഇത് പറഞ്ഞത് കൊണ്ടാണ്. ആരെങ്കിലും നിന്നെ വിളിച്ചാൽ നീ എന്ത് ചെയ്യണം? ഏറ്റവും പുറകിൽ പോയിരിക്കണം. എന്നിട്ട് വിളിച്ചവൻ വന്ന് മുമ്പോട്ട് പിടിച്ചിരുത്തണം. യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമുക്ക് നമ്മോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടാകും. അതിന്റെ അർത്ഥം മറ്റുള്ളവരെ ബഹുമാനിക്കരുതെന്നല്ല. മറ്റുള്ളവരുടെ മുഖത്ത് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നവന് അവനെ ആദരിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രയോറിറ്റി അവന് കൊടുക്കുക. എന്നാൽ നിനക്ക് നിന്നോട് തന്നെ ബഹുമാനമുണ്ടെങ്കിൽ നാം ചെല്ലുന്ന ഒരിടത്തും ക്രമരഹിതമായി ഇടപെടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. വിളിച്ചവന് മാത്രം അറിയാവുന്ന ക്രമം നീയായിട്ട് ഇല്ലായ്മ ചെയ്യരുത്. അവൻ വന്ന് നോക്കുമ്പോ അസ്ഥാനത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ അതൊന്നാമതിരുന്നാലേ അസ്ഥാനത്താവുകയുള്ളൂ. ഒടുവിലിരിക്കുന്നവൻ അസ്ഥാനത്തല്ല. അവൻ അല്പം കൂടെ സ്വയ ബഹുമാനമുള്ളത് കൊണ്ടാണ് ഒടുവിലിരിക്കുന്നത്. ആ സ്വയ ബഹുമാനത്തെ നമ്മളാരും സ്വയം നാണം കെടാൻ ആഗ്രഹിക്കുന്നവരാണോ? എന്തുകൊണ്ടാണ്? എനിക്ക് എന്നോട് ബഹുമാനം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അസ്ഥാനത്ത് പോയിരിക്കുന്നവന് എവിടെയെങ്കിലും അവനോട് തന്നെ ആദരവ് തോന്നുന്നുണ്ടെന്നാണ് നമ്മുടെ ധാരണ. കർത്താവ് പറഞ്ഞു, ക്രമമായി ഇടപെടുന്നവന്. ക്രമം എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ശൈലിയാണ്. അത് ജീവിതത്തിന്റെ ശൈലിയാണ് എവിടെയായിരുന്നാലും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഞാൻ ഇന്നെ പള്ളിയിലും പറഞ്ഞു,
എൻ്റെ വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ഞാൻ ധാരാളം പേരെ വിളിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമുണ്ട്. ഞാൻ വിളിക്കുന്നവരൊക്കെ ദൈവാലയത്തിൽ വരണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തുടർന്നുള്ള കാര്യങ്ങളിൽ വളരെ പക്വതയോടെ ഇടപെടണം. ഈ ആഗ്രഹത്തോടെ അല്ലാതെ ഒരു വിരുന്നിന് മറ്റാരെയെങ്കിലും വിളിച്ചിട്ടുള്ളവരിൽ ഈ ആഗ്രഹമില്ലാതെ വിളിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടാകുമോ? ഞാൻ വിളിക്കുന്നവർ ദൈവാലയത്തിൽ വരണം. കുടുംബജീവൻ എന്ന് പറയുന്ന വളരെ ശ്രമകരമാകുന്ന ഒരു കാലത്ത് സംയോജിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി നന്നായി അവർ പ്രാർത്ഥിക്കണം. തുടർന്നുള്ള കാര്യങ്ങളിൽ ആത്മാഭിമാനത്തോടെ സ്വന്തം വീട്ടിലെ കാര്യം പോലെ അച്ചടക്കത്തോടെ സംബന്ധിക്കണം. ഈ ആഗ്രഹമില്ലാതെ നിങ്ങൾ ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ? തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, നമ്മെ വിളിച്ചിട്ടുള്ളവരോട് ഈ ബോധ്യത്തോടെ എത്ര ഇടപെട്ടിട്ടുണ്ട്? മറ്റൊരാളുടെ മകന്റെ കല്യാണത്തിന് വിളിക്കുമ്പോൾ പള്ളി പരിസരത്ത് വന്നാൽ നമ്മുടെ പൊസിഷൻ എവിടെയാണ്? ആ വീടിന് വേണ്ടി വലിയ ആധിയാണ് ആ ഭവനത്തിന്. കെട്ടാൻ വന്ന പിള്ളേർക്ക് ആധിയാണ്. ഇതെന്തായി തീരുമെന്ന് ഈ ദൈവാലയത്തിൻ്റെ ഉൾക്കടന്ന് ആ ശുശ്രൂഷ സമയം ശ്രദ്ധയോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ആ ദിവസം മാത്രമല്ല അവർക്ക് വേണ്ടി. അവർ ചിലപ്പോൾ വിളിക്കാൻ വരുന്നതും പറയും, അച്ഛാ പ്രാർത്ഥിച്ചോണേ, അല്ലെങ്കിൽ സഹോദര പ്രാർത്ഥിക്കണമെന്ന് പറയും. നമ്മൾ തലയാട്ടി കാണിക്കും, പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. അവിടെ കൊണ്ട് അവസാനിക്കുകയുള്ളത് മിക്കവാറും. എന്നാൽ വളരെ കൃത്യമായി പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു സമയം അപ്പോഴെങ്കിലും ഒന്നായിക്കൂടെ? അതുകൊണ്ട് ജീവിതത്തിൽ നമുക്കൊരു ക്രമമുണ്ടാകും. ആ ക്രമം വിശ്വാസബോധ്യത്തോടെയുള്ള ക്രമമാകണം. വിശ്വാസബോധ്യത്തോടെയുള്ള ക്രമമല്ല എങ്കിൽ ഒരിക്കലും നിലനിൽക്കില്ല. ജീവിതത്തിന്റെ വിശ്വാസബോധ്യത്തോടെ ജീവിതത്തിൽ ക്രമമുണ്ടെങ്കിൽ മാത്രമേ തലമുറകളിൽ എന്തെങ്കിലും ഒരു സന്ദേശം നൽകാനായിട്ട് നമ്മെ കൊണ്ട് കഴിയുകയുള്ളൂ. ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സ്നാപക യോഹന്നാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവസ്ത്രം ധരിക്കുന്നവർ രാജഗ്രഹങ്ങളല്ലോ. അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതേ, പ്രവാചകനിലും മികച്ചവനെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ യോഹന്നാന് ഒരു സംശയം, ഇവൻ തന്നെയാണോ നിയോഗിതൻ? യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ ചിലരെ കർത്താവിന്റെ അടുക്കൽ വിടുകയാണ്. നീ തന്നെയാണോ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് ചോദിക്കാനായിട്ടാണ്. വാസ്തവത്തിൽ നമുക്ക് അത്ഭുതം തോന്നുന്നൊരു വേദഭാഗമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് സംശയം തോന്നാൻ അവകാശമില്ലാത്ത ഏക വ്യക്തി ആ തലമുറയിൽ സ്നാപക യോഹന്നാനാണ്. എന്താ കാരണം എന്നറിയാം? യോഹന്നാന് നേരത്തെ നിയോഗം കിട്ടി. ആർക്ക് സ്നാനം കൊടുക്കുമ്പോഴാണോ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത്, അവനാണ് നിയോഗിതൻ. ഇത് യോഹന്നാന് മുൻപേർ വെളിപ്പെട്ട സ്വർഗത്തിന്റെ രഹസ്യമാണ്. എന്നാൽ ഈ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ മേൽ ആവസിക്കുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ അവനെ തിരിച്ചറിഞ്ഞിരുന്നു. ഇവിടെ വെച്ച സാധ്യമായിട്ടുള്ള കാര്യമല്ല, നിന്നിൽ നിന്ന് സ്നാനം പ്രാപിക്കേണ്ട ആളാണ് ഞാൻ. വളരെ കൃത്യമായി, വളരെ നേരത്തെ തന്നെ ബോധ്യപ്പെട്ട ആളാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞേ? ഇപ്പോ സമ്മതിക്കുക, സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സമ്മതിക്കുക,
സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്താണ്? കർത്താവിന് മാത്രം നിവർത്തിക്കാൻ കഴിയുന്ന ഒരു നീതി. നമ്മൾ ആലങ്കാരികമായിട്ട് കർത്താവിൻ്റെ സ്നാനവും നമ്മുടെ സ്നാനവും ഒക്കെ ഒരുമ്പെടുത്തി പറയാറുണ്ട്. ദനഹാ പെരുന്നാളിൽ അതിൻ്റെ സാധർമ്യമൊക്കെ നമ്മൾ കാണാറുണ്ട്. പലയിടങ്ങളിലും മാമോദിസത്തിലൂടെ അടുത്ത് കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ പടം വെക്കാറുണ്ട്. പക്ഷേ സാധർമ്യം നമ്മൾ പറയുമ്പോഴും വലിയ വ്യത്യാസം ഇത് തമ്മിലുണ്ട്. നമ്മൾ അറിഞ്ഞു പോകുന്നത് നല്ലതാണ്. ഈ വേദഭാഗവുമായിട്ട് തന്നെ വലിയ ബന്ധമില്ലെങ്കിൽ. എന്തിനാണ് കർത്താവ് സ്നാനമേറ്റത്? നീതി നിവർത്തിക്കപ്പെടാനാണ്. എന്താണ് ഈ നീതി? നിലനിൽക്കുന്ന ഒരു നീതിയുണ്ട്, സംസ്ഥാപിതമാകേണ്ട ഒരു നീതിയുമുണ്ട്. നിലനിൽക്കുന്ന നീതി ന്യായപ്രമാണത്തിന്റെ നീതിയാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന നിലനിൽക്കുന്ന ഒരു നീതി തന്നിൽ സമ്പൂർണമാക്കി പര്യവസാനിപ്പിച്ച് ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേത് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ദൈവരാജ്യത്തിന്റെ നീതി സംസ്ഥാപിതമാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് സ്നാനമേറ്റത്. യോഹന്നാൻ കൊടുത്ത സ്നാനത്തിന്റെ പേര് മാനസാന്തര സ്നാനം എന്നായിരുന്നു. ചരിത്രത്തിൽ ജനിച്ചിട്ട് മാനസാന്തരം ആവശ്യമില്ലാതിരുന്ന ഏക വ്യക്തി ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്. ചരിത്രത്തിൽ മാനസാന്തരം ആവശ്യമില്ലാതിരുന്ന ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്. പക്ഷെ അവനിവിടെ യോഹന്നാൻ കൊടുത്ത മാനസാന്തര സ്നാനം ഏൽക്കുകയാണ്. മാനസാന്തരത്തിന് വേണ്ടിയല്ല, മാനസാന്തരം ഇല്ലാത്തവന്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ പുതിയ പ്രമാണത്തെ അത് കർത്താവിൽ നിന്ന് യോഹന്നാൻ സ്നാനമേറ്റാൽ നടക്കുന്ന കാര്യമല്ല. എന്ത്? പഴയ നിയമത്തിന്റെ പ്രതികാര സ്വഭാവം തോന്നിക്കുന്ന നീതി അവസാനിപ്പിച്ച് പുതിയ നിയമത്തിന്റെ സ്നേഹത്തിന്റെ വലിയ അനുഭവത്തെ സംസ്ഥാപിതമാക്കി എന്നുള്ളത് യോഹന്നാൻ സ്നാനമേറ്റാൽ നടക്കില്ല. ആര് സ്നാനമേറ്റാലും നടക്കില്ല. അതുകൊണ്ട് നിലനിൽക്കുന്നത് പര്യവസാനിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ നീതി സംസ്ഥാപിതമാക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് സ്നാനമേറ്റത്. കർത്താവ് സ്നാനമേറ്റത് രണ്ടാമത് സർവ സൃഷ്ടിയുടെയും സ്നാനത്തിനാവശ്യമായിരിക്കുന്ന ജലാശയത്തെയും ഈ പ്രകൃതിയെ മുഴുവനും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാമല്ലോ, ഈ പള്ളിയിൽ നാളെ ഒരു മാമോദിസ നടന്നാൽ അടിസ്ഥാനപരമായി അനുഗ്രഹിക്കപ്പെടുന്നത് മാമോദിസ കൊടുക്കുന്ന അച്ഛനാണോ മാമോദിസ കേൾക്കുന്ന കുഞ്ഞാണോ? ആരാണ്? മാമോദിസ സ്വീകരിക്കുന്ന കുഞ്ഞാണ്. അച്ഛൻ അനുഗ്രഹമുണ്ട്, ഇടവയ്ക്ക് അനുഗ്രഹമുണ്ട്, മാതാപിതാക്കന്മാർക്ക് അനുഗ്രഹമുണ്ട്, സഭയ്ക്ക് അനുഗ്രഹമുണ്ട് ഒരാൾ സ്നാനം വെക്കുമ്പോൾ തന്നെ. പക്ഷെ അടിസ്ഥാനപരമായി അനുഗ്രഹിക്കപ്പെടുന്ന ആരാണ്? സ്നാനം ഏൽക്കുന്ന കുഞ്ഞാണ്, അല്ലേ? ആ കുഞ്ഞിന് കിട്ടുന്ന പദവി എന്താ? നമുക്കെല്ലാവർക്കും കിട്ടിയ പദവി, തലമുറ വ്യത്യാസമില്ലാതെ പിതാവാൻ ദൈവത്തിന്റെ കൃപയുടെ സന്തതിയും ഏകജാതന്റെ സഹോദര പദവിയും. ഇതാണ് ഈ മാമോദിസയിൽ ലഭിക്കുന്നത്. അത് വിശദീകരിക്കാൻ പോയ ഒത്തിരി സമയം വേണ്ടി വരും. ഈ പദവിയിലേക്ക് ആ കുഞ്ഞ് വരികയാണ്. തിരിച്ചിന്തിച്ചു നോക്കിയേ, യോഹന്നാൻ കർത്താവിന്റെ തലയിൽ കരം വെച്ച് കർത്താവിന് സ്നാനം കൊടുത്തപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടത് സ്നാനമേറ്റ കർത്താവാണോ യോഹന്നാനാണോ? ആരാണ്? വ്യത്യാസം മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏൽക്കുന്ന സ്നാനവും തമ്മിൽ വ്യത്യാസം പിടികിട്ടില്ലേ? കർത്താവിനെ അനുഗ്രഹിക്കാൻ യോഹന്നാനത് പ്രാപ്തിയുള്ളേ, സൃഷ്ടാവിനെ അനുഗ്രഹിക്കാൻ. അവൻ സ്നാനമേറ്റതോടുകൂടെ ഈ പ്രകൃതിയും ഈ ജലാശയങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ നാം സ്നാനമേൽക്കുന്നത് അടിസ്ഥാനപരമായി ക്രിസ്തുവിനോട് നാം ചേരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കർത്താവ് സ്നാനമേറ്റപ്പോ സ്നാനം കൊടുത്തവനും അവന് അടിസ്ഥാനപര നിയോഗമുണ്ട്. ഒരു പക്ഷെ ഇതിലൂടെ ആയിരിക്കാം നിയോഗത്തിലേക്ക് വന്നത്. ഈ മണവാളന്റെ തോഴ്മക്കാരനും സ്നേഹിതനും എന്നൊരു പൊസിഷൻ ക്രിസ്തു എന്ന മണവാളന്റെ സ്നാപയോഹന്നാനുണ്ട്. ആ നിയോഗത്തിന്റെ പൂർണ്ണത ഒരു പക്ഷെങ്കിൽ അവന് ലഭിക്കുന്നത് തന്നെ ഈ സ്നാനം കർത്താവിന് നൽകുന്നതിലൂടെ ആയിരിക്കാം. നാം സ്നാനമേൽക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു, നാം ക്രിസ്തുവിലാകുന്നു, നാം അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവ് സ്നാനമേറ്റപ്പോ സർവ്വ സൃഷ്ടിക്കും സ്നാനം കൊടുക്കേണ്ട ജലാശയം നമുക്കറിയാം. നമുക്ക്
എല്ലാ പെരുന്നാളുകൾക്കും ഒരു പ്രദക്ഷിണമുണ്ട്, ഇൻക്ലൂഡിങ് ദുഃഖവെള്ളിയാഴ്ച. ഈ പ്രദക്ഷിണം കഴിഞ്ഞാൽ മദ്ബഹായിൽ വെച്ച് ഒരു സ്ലീബാഘോഷമുണ്ട്. നമ്മുടെ എല്ലാ പെരുന്നാൾക്കും പ്രദക്ഷിണമുണ്ട്. പ്രദക്ഷിണം കഴിഞ്ഞാൽ സ്ലീബാഘോഷമുണ്ട്. ആ സ്ലീബാഘോഷം നൽകുന്ന ധ്വനി എന്താണ്? ലോകത്തിന്റെ 4 ക്വാർട്ടേഴ്സും അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മുടെ ധാരണ ഈ പെരുന്നാളിന്റെ പ്രദക്ഷിണം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടുപടിക്കൽ 52 ഞായറാഴ്ചയും പള്ളി വരാത്തതിന് നിർബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? ഈ സാധനം എൻ്റെ വീട്ടുപടിക്ക് വന്നിരിക്കണം. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ പ്രദക്ഷിണം എന്ന് പറഞ്ഞത് പെരുന്നാളിന്റെ റാസേ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ എൻ്റെ വീട്ടുപടിക്ക് വന്നിരിക്കണം നിർബന്ധമുള്ള. 52 ഞായറാഴ്ചയും പള്ളി കാണത്തില്ല. ആകെ വരും ദുഃഖവെള്ളിയാഴ്ച ചെമ്പെടുപ്പിൻ്റെ ഒന്ന് ചുറ്റും നടക്കാൻ വേണ്ടി വരുന്ന ചില മിടുക്കന്മാർക്ക് അവൻ്റെ ആധ്യാത്മികം അവൻ കണ്ടെത്തുന്ന ഈ ചെമ്പെടുപ്പ് കൊണ്ടും പിന്നെ പടിക്ക് വരുന്ന റാസ് കൊണ്ടുപോവാ. അവൻ്റെ ധാരണ ഈ ദൈവാനുഗ്രഹം വീട്ടിൽ കിട്ടണമെങ്കിൽ ഈ ഇലക്ട്രിസിറ്റിയുടെ സ്റ്റേഷനിൽ നിന്ന് ഉണ്ടല്ലോ ഇത് വലിച്ചുകൊണ്ട് വന്നിട്ട് അവിടുന്ന് സർവീസുകാർ വീട്ടിലോട്ട് വരുമ്പോൾ കിട്ടുന്ന അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ കൂടെ കല്ലുപ്പാറപ്പള്ളിയുടെ 37 കിലോമീറ്റർ റാസുണ്ട് കല്ലുപ്പാറപ്പള്ളി. പക്ഷേ എൻ്റെ നാട്ടിൽ കൂടെ വരാറില്ല. വരാതിരിക്കാനുള്ള കാരണക്കാരൻ ഞാനാണ്, അച്ഛനായതുകൊണ്ടല്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കല്ലുപ്പാറപ്പള്ളിയുടെ കമ്മിറ്റി മെമ്പറായിരുന്നു. 3 ദിവസത്തെ പെരുന്നാൾ 4 ദിവസമാക്കാനായിട്ട് കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, വർഗീസോട്ട് നിങ്ങളുടെ ഭാഗത്തൂടെ എഴുതി പോകാനായിട്ട് റാസ വരാൻ എഴുതി കൊടുത്താൽ നമുക്ക് 4 ദിവസം പെരുന്നാളാക്കാമെന്ന് പറഞ്ഞു. അന്ന് അവിടുത്തെ വികാരി അച്ഛൻ എന്ന് പറയുന്നത് എന്നെ സ്വന്തം മകനെ പോലെ കരുതുന്ന ഒരു വലിയ കോർബിസ്കോപ്പ അച്ഛനായിരുന്നു. ഞാൻ എഴുതി കൊടുത്ത ഉറപ്പായിട്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്ത് ഞങ്ങളുടെ ഭാഗത്തോട്ടുകൂടി ഇത് കൊണ്ടുവന്നിട്ട് 4 ദിവസം ഈ പള്ളിയുടെ പെരുന്നാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് പറഞ്ഞ കാര്യം പറഞ്ഞു. 4-ാം ദിവസം കൂടെ പെരുന്നാൾ നീട്ടി ഈ പള്ളിയുടെ പെരുന്നാൾ ഇതിൻ്റെ റാസ് ദൈർഘ്യമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ള പെരുന്നാളിൽ അവസരമനുസരിച്ച് വന്ന് സംബന്ധിച്ചിട്ടുള്ള അനുഗ്രഹമൊക്കെ എനിക്ക് മതി എന്ന് ഞാൻ പറഞ്ഞു. മറ്റുള്ളത് റാസ പോകുന്നിടത്തുള്ള കുഴപ്പങ്ങളോ പോലെ അതിനൊക്കെ വലിയ കൂടിയ കുഴപ്പങ്ങളും ഞങ്ങളുടെ ഭാഗത്തൊന്നുമില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഞാൻ വൈദികനായ ശേഷം ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും ഒപ്പിട്ടുകൊണ്ട് വന്നത് ഞങ്ങളുടെ അവിടെ കൂടെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ഒപ്പിട്ടില്ല, കിട്ടിയുമില്ല. എനിക്ക് സന്തോഷമുണ്ട് കിട്ടാതിരുന്നേ. എൻ്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല, നിങ്ങളുടെ കാര്യം പറഞ്ഞാലേ ഉള്ളൂ സങ്കടപ്പെടേണ്ടത്. അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയണം, നമ്മുടെ ആധ്യാത്മികതയുടെ ഒരു പാപ്പരത്വമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ദൈവാലയത്തിൽ വരേണ്ടതില്ല, കുമ്പസാരിച്ച് കുർബാന കൊള്ളേണ്ടതില്ല, വേണേ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് പോലും അച്ഛൻ കുർബാന കൊണ്ടോളാൻ പറയുന്ന ഒരു ശൈലി ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ അതിലേക്ക് വന്നേക്കാം. അച്ഛൻ കുർബാനയിലേക്കുള്ള അച്ഛൻ കുർബാന കൊള്ളുക, മനസ്സിലായില്ലേ? അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ആത്മീയത അങ്ങനെയൊക്കെ എത്തി നിൽക്കുകയാണ്. ഇവിടം കൊണ്ട് വല്ലതും തീരുന്നതാണോ നമ്മുടെ ആധ്യാത്മിക ബോധം? തീരേണ്ടതാണോ? മുമ്പൊരു പള്ളി ഞാൻ വികാരിയായിരുന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു മകനാ വീട്ടിലുണ്ടായിരുന്നു. അവൻ ജോലി സംബന്ധമായിട്ട് വിദേശത്താണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, വെച്ചാൽ ശനിയാഴ്ച ഇവിടുത്തെ അച്ഛൻ്റെ ഒരാണ്ടാണ്, എനിക്ക് വരാൻ പറ്റത്തില്ല, അച്ഛൻ രാവിലെ കുർബാനയൊന്ന് വിളിയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അത്ര ബുദ്ധിമുട്ടുണ്ട, അമ്മ ഞായറാഴ്ച വന്നിട്ട് ധൂപം വെച്ചാൽ മതി. വീട്ടിൽ നിന്ന് ആരും വരാനില്ല, അച്ഛനെങ്കിൽ ചൊല്ലി വെച്ചാൽ മതിയോ, മനസ്സിലായില്ലേ? ഞായറാഴ്ച ഒന്ന് ധൂപം വെച്ചാൽ മതി. അപ്പൊ ആധ്യാത്മികയുടെ വ്യത്യസ്ത ശൈലികളാണിതൊക്കെ. പണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സഭയ്ക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ഈ റാസയൊട്ടും ചെറുതായിട്ട് കാണുകയല്ല കേട്ടോ. നമ്മുടെ ഈ പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ദൈവാലയത്തിൻ്റെ കാവൽ മാതാവിനെയും വിശുദ്ധന്മാരെയും നമ്മുടെ ജീവിതത്തിലൂടെ ഈ പ്രദേശത്തിന് സംഗതമാക്കുന്ന ഒരു കാര്യമാണ് ഈ പെരുന്നാൾ പ്രദക്ഷിണം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വളരെ കൃത്യമായി എത്തിപ്പിടിക്കാവുന്ന ഇതിനൊരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. മറ്റുള്ളവരെ കൂടെ ചേർത്ത് വെക്കാനായിട്ട് നാം ശ്രമിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണത്. പക്ഷെ അത് ആ സാക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഈ പ്രദക്ഷിണം തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇതിനെൻ്റെ ഒരു സത്തായ ഭാവമുണ്ട്. ഏത് പെരുന്നാളിനും പള്ളിക്കകത്തോ പള്ളിക്ക് ചുറ്റുമോ ഒരു പ്രദക്ഷിണമുണ്ട്. ആ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് മദ്ബഹായിൽ സ്ലീബാഘോഷമുണ്ട്. ലോകത്തിൻ്റെ, നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ 4 ക്വാർട്ടേഴ്സും. അതിന് ഈ മലകളോ കുന്നുകളോ ഒന്നും തടസ്സമല്ല ദൈവകൃപ വ്യാപരിക്കുന്നതിന്.
അതാണ് സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. അതിനെ ഒന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. ഇപ്പൊ സഭയുടെ എല്ലാ കുദാശകളുടെ എല്ലാ ആരാധന അനുഭവങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് സർവ്വ സൃഷ്ടിയുടെയും സമഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. കർത്താവ് സ്നാനമേറ്റത് സർവ്വ സൃഷ്ടിയുടെ അനുഗ്രഹത്തിനും സമഗ്രതയ്ക്കും വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ സ്നാനവും കർത്താവിൻ്റെ സ്നാനവും തമ്മിൽ പറയുമ്പോൾ നമുക്കറിയാം, കർത്താവ് അന്ത്യശാസനം നൽകുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. തൻ്റെ നാമത്തിലുള്ള സ്നാനം താൻ ഏൽക്കേണ്ട കാര്യമുണ്ടോ? കണ്ടോ? ആ സ്നാനം ആർക്ക് വേണ്ടിയുള്ള? സഭയിലേക്ക് വരുവാനായിട്ടുള്ളവർക്കാണ്. തൻ്റെ നാമത്തിൽ സ്ഥാപിതമായ, തൻ്റെ പിതാവിൻ്റെയും തൻ്റെയും തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ താൻ സ്ഥാപിച്ച ഈ പറയുന്ന സ്നാനം തനിക്ക് ഏൽക്കേണ്ടതില്ല. അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നാനവും നാം ഈ പറയുന്ന സ്നാനവും നമ്മുടെ സ്നാനവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ സാന്ദർഭികമായത് പറഞ്ഞു പോയെന്ന് പലരും പറയാറുണ്ടല്ലോ, കർത്താവ് 30-ാമത്തെ വയസ്സിലാണ് സ്നാനമേറ്റ്, അതുകൊണ്ട് നിങ്ങളും അങ്ങനെയൊക്കെ മതിയെന്ന് പറയുന്ന ഒരു കാലം ഇപ്പം അത്രയില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ മനസ്സിൽ വേണമെങ്കിൽ വരാം. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവേറ്റ സ്നാനമല്ല നമ്മൾ ഏൽക്കുന്നത്. വളരെ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം, വലിയ വ്യത്യാസമുണ്ട് അക്കാര്യത്തിൽ. ഇനി കർത്താവേ സ്നാനം നമ്മൾ ആരെങ്കിലും ഏൽക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചാൽ ലോകം മുഴുവൻ രക്ഷപ്പെടും. നടക്കും. കർത്താവേറ്റ സ്നാനമാണ് നീ ഏൽക്കുന്നതെങ്കിൽ നീ മരിച്ചാൽ ഈ ലോകം മുഴുവൻ രക്ഷിക്കപ്പെടണം. ഒരാളെ രക്ഷിക്കാൻ പറ്റുമോ നമ്മൾ മരിച്ചാൽ? നടക്കില്ല. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പോകട്ടെ, സ്നാപകം വിടുന്നു. അപ്പൊ ഈ സ്നാപയോഹന്നാൻ കൃത്യമായി സാക്ഷ്യം കിട്ടിയവൻ ആരാണ് സ്വർഗത്തിൽ നയിക്കപ്പെട്ടവൻ. പക്ഷേ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവനൊരു സംശയം. നമ്മൾ ഓർക്കണം, എല്ലാ വിശുദ്ധന്മാർക്കും സംശയം ഉണ്ടാകും ജീവിതത്തിൽ. ഒരു സംശയത്തിനും വകയില്ലാത്ത സ്നാപയോഹന്നാൻ പ്രതിസന്ധിയുടെ മധ്യത്തിലായി കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവന് സംശയം, ഇവൻ തന്നെയാണോ മശിഹ? എല്ലാ വിശുദ്ധന്മാർക്കും ജീവിതത്തിൽ സംശയം ഉണ്ടാകും. പക്ഷേ അല്ലേ, യോഹന്നാന്റെ പ്രത്യേകത എന്താണ്? തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. പക്ഷെ താൻ അയക്കുന്ന ശിഷ്യന്മാരെ നേരെ കർത്താവിൻ്റെ അടുക്കിലേക്കാണ് വിടുന്നത്. നീ തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ. മറ്റൊരിടത്ത് പോയി അല്ല അന്വേഷിച്ചത്. ഇന്നും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം. നമ്മൾ പരിഹരിക്കാൻ എവിടാ പോണേ? സഭയിൽ വരണം. സഭയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിശ്വാസബോധവുമില്ല നമുക്ക്. വിശ്വാസത്തിന്റെ ഏത് തലങ്ങളെയും വിശ്വാസ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ ഈ സഭയ്ക്ക് പ്രാപ്തിയുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന എവിടെയാണ്? വിശ്വാസബന്ധമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ ഉടനെ പോകുന്നത് മറ്റെവിടെങ്കിലുമൊക്കെയാണ്. പല വിരുന്നുകളുണ്ടല്ലോ, തൊട്ട ഉടനെ തെള്ളിയിട്ട്, മനസ്സിലല്ലേ, എത്തിട്ട് കൈവച്ചാണ് താഴെ വിടുന്നത്. ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നി. അവിടേക്കാണ് അന്വേഷിച്ച് പോകുന്നത് വിശ്വാസം പഠിക്കാനായിട്ട്. സംശയം ഉണ്ടാകാൻ പാടില്ലാത്തവന് സംശയം ഉണ്ടായപ്പോഴും അവൻ്റെ അടുത്ത് വിട്ട നാണക്കേടല്ലേ എന്നല്ല ധരിച്ചത്. അതാണ് സോഴ്സ്. അപ്പൊ അതുകൊണ്ട് സഭയെ സംബന്ധിച്ചോ വിശ്വാസബോധ്യങ്ങളെ സംബന്ധിച്ചോ ആർക്കെങ്കിലും സംശയമുണ്ടായാൽ മനുഷ്യാവതാരത്തിന്റെ പിന്തുടർച്ചയായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയിൽ വന്ന് വേണം ഈ സംശയങ്ങൾ പരിഹരിക്കാനായിട്ട്. നാടായ നാട് മുഴുവൻ നടന്നിട്ടല്ല. ഈ നടപ്പിന് ഒരു പ്രയോജനവുമില്ല. യോഹന്നാൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണ്. വേദനകളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ മർത്തശ്മൂനി അമ്മയുടെയും മക്കളുടെയും ചരിത്രം നാം പഠിക്കുമ്പോൾ തങ്ങൾ ഏറ്റുവാങ്ങിയ ദൈവനിയോഗത്തോട് അവർക്കുണ്ടായിരുന്ന ആഴമായ ബോധ്യം മക്കാബിയുടെ പുസ്തകത്തിലാണല്ലോ അവരുടെ ചരിത്രം പറയുന്നത്. 7 പേരെയും കൊലയ്ക്ക് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ എത്രയോ കൃത്യമാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് വളരെ കൃത്യമായി പ്രബോധിപ്പിക്കുന്ന ഒരു അമ്മയെ നാം കാണുന്നുണ്ട്. എന്താണ് പറയേണ്ടത്? ബോധ്യങ്ങളോടുകൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ബോധ്യമുള്ള പിൻതലമുറ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്.
നമുക്ക് വളരെ എളുപ്പമാണ്. എന്താ, പരിമളത്തിനോടെ മധ്യസ്ഥയിൽ അഭയപ്പെടാനോ മർത്തശ്മീനി അമ്മയുടെ മധ്യസ്ഥയിൽ പറഞ്ഞാൽ മതിയല്ലോ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. വളരെ എളുപ്പമുള്ളൊരു പണി. അവർ പെരുന്നാൾ ആഘോഷിക്കാൻ, ആണ്ടടക്കം പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. എന്തായിരുന്നു അവരുടെ ബോധ്യം? ഞാൻ ഈ ബോധ്യമായിട്ട് എന്താ പ്രസക്തി? അങ്ങനത്തെ കാര്യമില്ലേ? ഈ തലമുറയിൽ അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ദൈവബന്ധിതരായിരുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? ഇത്രമാത്രം പീഡയേൽക്കേണ്ടി വരുന്ന സാഹചര്യം, അവനവന്റെ ഭാഗധേയത്തിൽ പരിമിതികളെ ബോധപൂർവം സ്വീകരിക്കാത്ത ഒരുവനും ഒരു തലമുറയിൽ ഒരു സന്ദേശവും നൽകാനായിട്ടില്ല. നാം തിരിച്ചറിയണം. ലോകം പലതും നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടും. അതിലെല്ലാം കുളിച്ചു കയറാമെന്നാണ് നമ്മുടെ ധാരണയെങ്കിൽ ഒരു സാക്ഷ്യവും ഒരു സന്ദേശവും ഈ തലമുറയ്ക്ക് നൽകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഈ സ്നാപക യോഹന്നാൻ ഒരു പുരോഹിതന്റെ ഏക മകനാണ്. സാധ്യതയുള്ളൊരു ഭവനത്തിൽ ജനിച്ചവനാണ്. പക്ഷേ അത് വേണ്ടാന്ന് വെച്ച് മരുഭൂമിയിൽ താമസിച്ചു. അത് ബോധ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവന്റെ ഭക്ഷണം എന്തായിരുന്നു, വസ്ത്രധാരണം എന്തായിരുന്നു ഒക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നോമ്പിന്റെ പുത്രൻ, ജീവിതത്തിൽ നോമ്പിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ സുബോധത്തോടെ ഡെലിബറേറ്റ് ആയിട്ട് എനിക്കാകാവുന്നതിനെ വേണ്ട എന്ന് വെക്കാൻ, അതതിൻ്റെ ഒരു അംശം മാത്രമാണ് നോമ്പിന്റെ. ബോധ്യമുള്ളവന് മാത്രമേ അപരനൊരു സന്ദേശം കൊടുക്കാനായിട്ട് ജീവിതത്തിന്റെ ഭാഷയിൽ സാധിക്കുകയുള്ളൂ. ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങളുടെ ഗുരു കാരാഗ്രഹത്തില്ല, നിന്നെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ അവനെ അവതരിപ്പിക്കുവാനായിട്ട് ഞങ്ങളെ അയച്ചിരിക്കുക, നീ നിന്നെക്കുറിച്ച് എന്നാ പറയുന്നു? കർത്താവ് പെട്ടെന്ന് ഞാനാണ് മെസ്സിഹ, നിങ്ങൾ പോയി പറഞ്ഞേര് എന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, കുരുടർ കാണുന്നു, മുടർന്ന് നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ എന്നോടുകൂടെ ആയിരുന്നു കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് പോയി യോഹന്നാനെ അറിയിക്കണം. അവരെത്ര ദിവസം താമസിച്ചുവെന്നോ എന്തെല്ലാം പഠിച്ചുവെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ അവർ പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ ചുറ്റിൽ വലിയൊരു ആൾക്കൂട്ടമുണ്ട്, പുരുഷാരം, കോമൺ മാസ്. അവരോടായിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ മരുഭൂമിയിൽ യോഹന്നാനെ കാണാൻ പോയവരാണ്. യോഹന്നാൻ കാരാഗ്രഹത്തിലാകുന്നതിന് മുമ്പ് അവന്റെ പ്രസംഗം കേൾക്കാനും അവനിൽ സ്നാനം പ്രാപിക്കാനും ഒക്കെ പോയ ഒരു വലിയ പുരുഷാരമാണ് നിൽക്കുന്നത്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിൽ പോയി? കർത്താവ് തന്നെ അതിന്റെ ബാക്കിയായിട്ട് പറയുകയാണ്, കാറ്റിനാൽ ഉലയുന്ന ഓടെ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിൽ പോയി? ഈ ചോദ്യത്തിന് നാളെ നമ്മൾ ഉത്തരം പറയേണ്ടവരാണ്. നമ്മൾ പാട്ടുപാടത്തില്ലേ, മരുഭൂമി യാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. ഇപ്പൊ നമ്മൾ എവിടെയാണ് നമ്മൾ സമ്മതിക്കുക? നമ്മളിപ്പോ എവിടെയാണ്? മരുഭൂമിയിലാണ്. മനസ്സിലായില്ലേ? കർത്താവിനെ നമ്മൾ കാണുന്നത് ഈ മാംസത്തൊട്ടിൽ നിന്ന്, യോർദാനിൽ നിന്ന് സ്നാനമേറ്റ കർത്താവ് നേരെ പോയത് എങ്ങോട്ടാണ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. സഭയുടെ യോർദാനാകുന്ന മാമോദിസത്തൊട്ടിയിൽ നിന്ന് മാമോദിസ നൽകിയിട്ട് നമ്മളെ നേരെ ഇറക്കിവിട്ട് എവിടെയാണ്? ഈ മരുഭൂമിയിലേക്കാണ്. പഴയ നിയമ ഇസ്രായേൽ 40 സംവത്സരം മരുഭൂമിയുടെ അനുഭവത്തിലായിരുന്നു. യോഹന്നാൻ തന്റെ ജീവിതത്തെ കണ്ടെത്തിയ മരുഭൂമിയിലാണ്. ദൈവബന്ധമുള്ളവന് പ്രതികൂലതകളെ ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരിടമാണ് മരുഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ മരുഭൂമിയിലായിരിക്കും നമുക്ക് നാളെ മറുപടി പറയേണ്ടി വരും. ഈ ചോദ്യം നമ്മോടുണ്ടാകും, നീ എന്ത് കാണാൻ മരുഭൂമിയിൽ പോയതാണ്? വല്ലുത്തരമുണ്ടാകുമോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യവും അതിന് 3 സബ് ക്വസ്റ്റ്യൻസും ഉപചോദ്യങ്ങളുമായി ഇവിടെ ഉള്ളത്. നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിൽ പോയി? യോഹന്നാനെ കാണാൻ പോയവരോടാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കാറ്റിനാലുള്ള ഇന്ന് ഓട കാണാൻ പോയതാണ്.
എവിടെയും കിട്ടിയോ? കാറ്റിനാൽ ഉലയുന്ന ഓട കാണാൻ പോയതാണ്. ഇവിടെ എന്താ ഈ ഓട എന്ന് പറയുന്നത്? ഈറ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുമോ? മുള എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? മുള മനസ്സിലാവും. ഈ അതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്ന മറ്റൊരു വെറൈറ്റി സസ്യമാണ് ഈറ, ഓട എന്നൊക്കെ പറയും. ഇതിന് പ്രത്യേകതയാണ്. ഇത് കൂട്ടമായി മാത്രമേ നിൽക്കുകയുള്ളൂ. മുള എങ്ങനെയല്ല നിൽക്കുന്നത്? മുള ഓടക്കുഴലെന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കിയതിൻ്റെ കൂടാണ് ഈറ. ഇപ്പൊ തീരെ ബലഹീനമായിട്ടുള്ള ഒരു ചെടി, അതിന്റെ പ്രത്യേകത ഇതൊരുമിച്ചേ നിൽക്കുകയുള്ളൂ. മൂപ്പെത്തുന്ന ബ്രാഞ്ചസ് പരസ്പരം ബന്ധിതമായി നിൽക്കും. അത്രയിടത്ത് മാത്രമേ അത് നേരെ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ കാറ്റിനനുകൂലമായി എല്ലാ ചെടികളുടെയും തല ചരിഞ്ഞു കിടക്കും. മുള എങ്ങനെ കണ്ടിട്ടില്ലേ? മുളയുടെ മൂപ്പെത്തിയ മച്ചുറായിട്ടുള്ള ബ്രാഞ്ചസ് ഉള്ളതൊക്കെ പരസ്പരം ബന്ധിതമായിട്ട് നിൽക്കും. ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാ മുളയുടെയും മുകൾ വശം നോക്കിയാൽ, തല നോക്കിയാൽ അതിന്റെ പ്രത്യേകത എന്താ? കാറ്റ് എങ്ങോട്ടാണോ സ്ഥിരമായിട്ട് അടിക്കുന്നതിന് അനുകൂലമായിട്ട് ഇങ്ങനെ തല അയച്ചു നിൽക്കും. മരുഭൂമിയിൽ യോഹന്നാനെ കാണാൻ പോയവനോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു പോയതാണ് മരുഭൂമിയിൽ? കാറ്റിനാൽ ഉലയുന്ന ഓട കാണാൻ പോയതാണോ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നിങ്ങൾ ഏത് വ്യക്തിത്വത്തെ കാണാനും സ്വാംശീകരിപ്പാനുമാണ് പോയത്, നിങ്ങളുടെ വ്യക്തിത്വവും അത് തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ മരുഭൂമിയിൽ പോയത് പ്രതിസന്ധി ഉണ്ടായാൽ ഉടൻ തലചായ്ക്കുന്ന ഒരു വ്യക്തിത്വത്തെ കാണാൻ വേണ്ടിയാണോ? കാറ്റിനാൽ ഉലയുന്ന ഓട. സ്നാപക യോഹന്നാനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കർത്താവ് തന്നെ പറയുകയാണ്, അല്ല. നമുക്കറിയാം, ഈ അടൂർ കടമ്പനാട് റൂട്ടിൽ രാവിലെ ഒരു കരിയില വീടുന്ന് വിചാരിക്കുക. അപ്പൊ ആ കരിയില രാവിലെ ഒരു ബസ് അടൂരിൽ നിന്ന് കടമ്പനാട് പോവുകയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ഇലയുടെ മുകളിൽ ഒരു വണ്ടിയും കയറുന്നില്ല എന്ന് അസ്യൂം ചെയ്യാം. ആദ്യത്തെ വണ്ടിക്ക് തന്നെ അത് പോവും. അപ്പൊ ആദ്യത്തെ വണ്ടി വരുമ്പോ ഈ കരിയിലേക്ക് എന്ത് സംഭവിക്കും? കടമ്പനാട് റൂട്ടിൽ കുറെ ദൂരം പോകും. എവിടെയെങ്കിലും തട കിട്ടും, അവിടെ കിടക്കും. അല്പം കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരും. അപ്പൊ എന്ത് പറ്റും? ഇത് തിരിച്ച് അടൂർ റൂട്ടിൽ വരും. അപ്പൊ ഇത് വൈകിട്ട് വരെ പൊടിഞ്ഞു പോകുന്നില്ലെങ്കിൽ, ഒരു ബസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടുന്ന ദൂരത്തേക്കാൾ കൂടുതൽ ഇതെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എന്തുകൊണ്ടാണെന്നറിയാമോ? വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, ജീവൻ പോയതുകൊണ്ടാണ്. ജീവൻ പോയതുകൊണ്ട്, വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്. അത് ഒരു മരത്തിന്റെ ഭാഗമായിരുന്നു. അതുമായി ചേർന്ന് ഇപ്പം എൻ്റെ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട കാര്യമില്ലായിരുന്നു. അതുമായി ബന്ധിതമായിരുന്നു. ആ ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് കാറ്റടിച്ചാലും അതിൻ്റെ കൂടെ പോകും. ഈ ജീവിതത്തിൽ നമുക്ക് ബോധ്യങ്ങളില്ലാതെ ജീവിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. നാം മധ്യസ്ഥത അർപ്പിക്കുന്ന, പെരുന്നാൾ ആഘോഷിക്കുന്ന അമ്മയുടെയും അവളുടെ മക്കളായ 7 സഹോദരന്മാരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ ഏതിലേക്ക് വിളിക്കപ്പെട്ടുവോ പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ അവസാനം വരെ നിൽക്കാനായിട്ട് കഴിയുന്നു. ഓരോരുത്തരുടെ അടുത്ത് പറയാനുള്ള നേരമൊന്നും ഇവിടെ ഉള്ളതല്ലല്ലോ. മൂന്നാമത്തെ ആളെ കൊലക്കൊടുക്കുമ്പം ആദ്യം തന്നെ നാവ് നീട്ടിക്കാണിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ 2 കരങ്ങളും സ്വയമേ എന്നിട്ട് പറഞ്ഞു എടുക്കാം. എന്താ കാര്യം? സൃഷ്ടാവിന് സമർപ്പിക്കുകയാണ്. അവൻ ജീവൻ ഉള്ളതായതുകൊണ്ട് അത് തിരികെ തന്നോളും. എപ്പോഴാ? ഇവിടെ വെച്ചല്ല. എന്ന് പറയുന്നൊരനുഭവം. ചുമ്മാതെ കാറ്റടിക്കുന്നതനുസരിച്ച് ഉലഞ്ഞു കൊടുക്കുന്ന ജീവിതമല്ല, ബോധ്യങ്ങളുടെ ജീവിതമാണ്. നാം ഈ മരുഭൂമിയിലായിരിക്കുന്നത്
ആരെങ്കിലും എന്തെങ്കിലും, ഞാനിത് പ്രത്യേകിച്ച് ഇന്നത്തെ ആത്മീയതയുമായി ബന്ധപ്പെടുത്തി പറയാൻ എനിക്ക് താല്പര്യം. എവിടെങ്കിലും കൊട്ടുകേട്ട ഉടനെ അവിടെയാണ് സൗഭാഗ്യവതി വിചാരിച്ചിട്ട് പോകുന്ന ഒരു ശൈലിയുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടത് കുറേയൊക്കെ. ഇത് അവസാനിപ്പിക്കണം. ആ ശൈലി അവസാനിക്കണം. ജീവനില്ലാത്തവന് മാത്രമേ അടിക്കുന്ന കാറ്റിന് അനുകൂലമായി എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ കഴിയുള്ളൂ. ജീവനുള്ളവന് താൻ ഏതുമായിട്ടാണ് ബന്ധിതമായിരിക്കുന്നതെന്ന് നന്നായി മനസ്സിലാവും. അതുകൊണ്ട് കാറ്റ് പല ദിശയിലടിക്കാം. ചില ഡോക്ടർമാരെ കാണാൻ പോകുന്നത് ഭയങ്കര രസകരമാണ്. രസം വന്നു കഴിഞ്ഞാൽ ആദ്യം ഡോക്ടറെ പോയി കാണും, മരുന്ന് കൊടുക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ആരെങ്കിലും പറയും ഇതിന് തന്നെ വേറൊരു ഡോക്ടറോട്ടത്തുണ്ടെന്ന് പറയും. ഉടനെ ഏടും കെട്ടുകൊടുത്തോണ്ട് അങ്ങോട്ട് പോകും. 2 മാസത്തിൻ്റെ 5-8 ഡോക്ടർമാരെ കാണും. വല്ല പ്രയോജനമുണ്ടോ? ചെടി കുഴിച്ച് വെച്ചിട്ട് ദിവസം വേര് വന്നോ നോക്കുന്ന പോലെ. മനസ്സിലായില്ലേ? ചെടികളൊക്കെയല്ലേ എങ്ങനെ ആകുമ്പോൾ വലുതാവും, പെട്ടെന്ന് വലുതാവും എന്ന് പറഞ്ഞതുപോലെ ഒരസ്തിത്വവും ഇല്ല. എൻ്റെ രോഗം മാറാൻ എനിക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്നാന്ന് പോലും അറിയണ്ട. അവിടെ ഒരാളുണ്ടെന്ന് കേട്ടോണ്ടെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ആധ്യാത്മികതയിൽ. കറങ്ങി നടക്കാൻ താല്പര്യമുള്ള പലരും ഉണ്ട്. ചിലർക്ക് 1.5 കോടി രൂപയൊക്കെ അക്കൗണ്ടിൽ വന്നായിരുന്നു ഇവിടെ സമയത്ത് പോയതുകൊണ്ട്. വിരുന്നുകൾക്ക് പോകുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അവിടെ അതെന്നോ ഇവിടെ ഇതെന്നോ കേൾക്കുമ്പോൾ പോകാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള, നമ്മെ വിളിച്ചാക്കിയ, ജീവനുണ്ടായിരിക്കേണ്ട, നിരന്തരമായ ജീവൻ ഉണ്ടായിരിക്കേണ്ട, അടിസ്ഥാനമായി സത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതബോധം. ഇത് മരുഭൂമിയാണ്, ഉറപ്പാണ് കാറ്റടിക്കുമെന്ന്. പക്ഷെ നീ കാണാൻ പോയത് സ്നാപ യോഹന്നാനെയാണ്. നമുക്കറിയാം ഇപ്പൊ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കാനുള്ള കാര്യം എന്നാന്നറിയാം. ഹെരോദാവ് പിടിച്ചിട്ടതാ. അവൻ ചെയ്തൊരു ക്രൂരത ശരിയല്ല എന്ന് സഹോദര ഭാര്യയെ വെച്ച് കൊണ്ടത് ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് യോഹന്നാനെ ഇപ്പൊ പിടിച്ച് കാരാഗ്രഹത്തിലിരിക്കുന്നത്. പിതാക്കന്മാർ യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് എ ഫിയർലെസ് പ്രോഫറ്റ് എന്ന് പറഞ്ഞു. സ്നാപ യോഹന്നാൻ ഭയരഹിതനായ പ്രവാചകനാണ്. അതിന്റെ തെളിവാണ് അവൾ ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. ജീവിതത്തിൽ ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാകും. ഇത് മരുഭൂമിയാന്ന്, കാറ്റടിക്കും, ഉറപ്പാണ്. പക്ഷെ കാറ്റടിക്കുന്നതിന് അനുകൂലമായി തലചായ്ച്ചു കൊടുക്കുന്നവനെയോ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കാണാൻ പോകുന്നവനെയോ ജീവിതത്തിലൊരു സാക്ഷ്യത്തിനും അർഹതയില്ല എന്നുള്ളത് നമ്മുടെ കാവൽ മാതാവിൻ്റെയും അവളുടെ മക്കളുടെയൊക്കെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാകേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ ഈ കാറ്റടിച്ചാൽ തലചായ്ക്കുന്ന ഓട കാണാൻ വേണ്ടി പോയതല്ല, അല്പം കൂടെ വ്യക്തിത്വമുള്ള ഒരാളെ കാണാൻ പോയതല്ലേ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പിന്നെ പോയത് മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെ കാണാനാണ്. എവിടെയാ പോയത്? മരുഭൂമിയിലാണ് പോയത്. കർത്താവ് ചോദിക്കുകയാണ്, മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെ കാണാൻ പോയതാണോ? കർത്താവ് തന്നെ പറഞ്ഞു, മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെ കാണാൻ എവിടെയാ പോകണ്ടിയേ? കൊട്ടാരത്തിൽ പോകണം. മരുഭൂമിയിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇത് നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മള് മരുഭൂവാസിയാന്ന് പാട്ട് പാടുകയും രാജകീയമായത് അന്വേഷിക്കുകയും ചെയ്യുന്നു. വ്യത്യാസം മനസ്സിലായോ? കൊട്ടാരത്തിൽ നാം അന്വേഷിക്കുന്നു കൊട്ടാരത്തിന്റെ സുഖങ്ങൾ. മരുഭൂവാസിയാണെന്ന് സമ്മതിക്കുന്നു, പാട്ട് പാടുന്നു, ഞാൻ മരുഭൂമിയിലാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ക്രമങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഒരു ക്രമവും ഇല്ലാത്ത ജീവിതം. ഇക്കണോമിക്സ് പഠിക്കുന്നവർക്കറിയാം, ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു തിയറിയുണ്ട്. അതെന്താ പറയുന്നറിയാം? ഞാൻ കുറച്ച് വരുമാനമുള്ള ആളാണ്. എൻ്റെ അടുത്തൊരു വലിയ വരുമാനക്കാരൻ താമസിക്കുന്നുണ്ട്. അപ്പം അയാളുടെ ചെലവെല്ലാം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക? അയാൾ ചെലവ് ചെയ്ത് ജീവിക്കുന്ന പോലെ ഞാനും ചെലവ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം എന്താ സംഭവിക്കും? എനിക്ക് അതിനുള്ള വരുമാനമുണ്ടോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ കടം മേടിക്കും. ഇവിടെ ഞാൻ പാപ്പരാകും. മനസ്സിലായില്ലേ? ഇപ്പം ഈ എന്തൊക്കെയോ കണ്ടിട്ട് അതാണ് ജീവിതം ധരിച്ചിട്ട് മരുഭൂമിയിൽ താമസിക്കുന്നവൻ രാജകീയം അന്വേഷിക്കുന്ന ഒരു ജീവിതമായിട്ടിന്ന് മാറി.
അങ്ങനെയുള്ളവന് ജീവിതത്തിൽ ഒരു സംതൃപ്തിയും ഉണ്ടാവില്ല. നിങ്ങൾ ഓർത്ത് നോക്കുക, 6 പേരെ കൊന്നു, 7-ാമനെ കൊല്ലാനായിട്ട് പഠിക്കുമ്പോൾ ഭരണാധികാരി അവന് വലിയ സ്ഥാനമാനങ്ങളെ കൊടുത്തെന്നാ പറയുന്നത്. നീ ഈ നിഷിദ്ധ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്നോട് ചേർന്ന് നിന്നാൽ നീ പ്രതീക്ഷിക്കുന്നില്ലാത്തതൊക്കെ നിനക്ക് തരാം എന്ന് പറയുക. രാജകീയമായതെല്ലാം തരാമെന്ന് പറയുക. അവൻ വഴങ്ങാതെ വന്നപ്പോ ഈ ഭരണാധികാരി അമ്മയെ വിളിച്ചിട്ട്, മർത്തശ്മുനി അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അവരുടേതായിട്ടുള്ള നിർബന്ധം സഹിക്കാൻ വയ്യാതിട്ട് അവർ പറഞ്ഞു, ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ പോയി പറഞ്ഞു എന്താണെന്നറിയാം, നീ എൻ്റെ ഉദരത്തിൽ 3 മാസം അല്ല 9 മാസം താമസിച്ചതാ. നീ എൻ്റെ മുല കുടിച്ചത് 3 വർഷമാണ്. നിന്റെ സഹോദരങ്ങളായിട്ടുള്ള 6 പേര് പോയ വഴിയുണ്ടല്ലോ, ഇതല്ലാതൊരു വഴി നിനക്കുണ്ടാകാൻ പാടില്ല. രാജകീയ ഓഫർ കിട്ടിയിടത്ത് അമ്മ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതല്ലാതെ നിന്റെ സഹോദരങ്ങൾ സ്വീകരിച്ചതല്ല ഒരു വഴി നിനക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിനക്ക് എന്തിവിടെ നഷ്ടപ്പെടുന്നുവോ അതിൽ ഉദാത്തമായി നൽകാൻ കഴിയുന്ന ഒരു കർത്താവിലാണ് നമ്മുടെ ആശ്രയം. ഏതമ്മ ഈ തലമുറയിൽ പറഞ്ഞു കൊടുക്കും? ഞാൻ പറയുമോ? നിങ്ങൾ പറയുമോ? ഇതിൻ്റെ ഒരു അംശമെങ്കിലുമൊക്കെ നമ്മൾ എത്തണ്ടേ? പെരുന്നാൾ ആഘോഷം മാത്രം മതിയോ? നാം മരുഭൂമിയിൽ താമസിക്കുന്നു, രാജകീയം അന്വേഷിക്കുന്നു. നമ്മൾ വെക്കുന്ന വീട് എത്ര രൂപയുടെയാന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? നമ്മളോടുകൂടെ ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളായി വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന പലർക്കും 2 സെന്റിൽ 2 മുറിയിലൊരു വീട് വെക്കാൻ കഴിയാതിരിക്കുമ്പോൾ നാണമില്ലാതെ 8-10 കോടി രൂപയുടെ വീട് വെക്കുന്ന സത്യക്രിസ്ത്യാനികളുള്ളൊരു സഭയാണിത്. ഉദാശി അത് കൊടുക്കും, അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നുള്ളത്. ചെയ്യാതിരിക്കാൻ പറ്റില്ല. മനുഷ്യന്റെ സുബോധം, ദൈവരാജ്യത്തിലാണ് ആശ്രയം, പ്രത്യാശ അവിടെയാണ്. പക്ഷെ ഇവിടുന്ന് പോകാൻ മനസ്സില്ല. പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ടെന്ന ഒറ്റ കാരണം കൊണ്ട് മരുഭൂമിയിൽ സ്ഥിരവാസത്തിനൊരുങ്ങുകയാണ്. $10 കോടി ഒരു വീട് നീ വെക്കുമ്പോൾ, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എത്ര ധനികനാണെങ്കിലും ഒരു 10-75 ലക്ഷം രൂപയുടെ അല്ലെ 1 കോടി രൂപയുടെ വീട് അവൻ വെച്ചാലും, അങ്ങനെയാണെങ്കിൽ പോലും 10 വീടിന്റെ മെറ്റീരിയൽ കൊണ്ടാണ് ഇപ്പോൾ ഒരു വീട് വെക്കുന്നത്. നിനക്ക് ആരവകാശം തന്നത് ഈ നിവർത്തികേടുകാരൻ്റെ കൂടെ നിനക്ക് പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ മേടിക്കാനായിട്ട്? ആരവകാശം തന്നേ? ആര് തന്ന അവകാശമാണ്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാ ഞായറാഴ്ചയും കുർബാന ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, നസ്രാണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപരൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നത് നിന്റെ പർച്ചേസിങ് കപ്പാസിറ്റി ആണെങ്കിൽ, നീ മരുഭൂമിയിൽ രാജകീയം അന്വേഷിക്കുകയാണ്, നിന്റെ അവസ്ഥ പുറത്താണ്. പെരുന്നാൾ ആഘോഷിക്കുമ്പോഴേലും മനസ്സിലാക്കണ കാര്യം. ഈ സുബോധം വേണം. മക്കളോട് പറഞ്ഞു കൊടുക്കണം. അഷ്ടിക്ക് വകയില്ലാതെ 1 സെന്റിൽ 1 മുറിക്ക് നിന്നോടുകൂടെ കുർബാന അനുഭവിക്കുന്ന പലർക്കും കഴിയാതെ വരുമ്പോ നീ ഇത്ര വിശാലമായിട്ട് താമസിക്കുന്നത് ദൈവത്തെ വെല്ലുവിളിക്കുന്നതിന് സമാനമാണ്. പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തി വേണം. സത്തായ ഭാവത്തോട് എന്തെങ്കിലും ബന്ധമെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ മരുഭൂമിയിലാണെന്ന് പാട്ട് പാടാൻ വളരെ എളുപ്പമാണ്, പെരുന്നാൾ ആഘോഷിക്കാൻ എളുപ്പമാണ്, വാഴ്ത്തിപ്പാടാൻ വളരെ എളുപ്പമാണ്, ജീവിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മളൊന്ന് ജീവിച്ചു പോകാൻ എന്തെല്ലാം നോക്കുന്നേ? ഇപ്പൊ വണ്ടിക്ക് നമ്പർ വേണമെങ്കിൽ ഫാൻസി നമ്പറും ലക്കി നമ്പറും ആണ്, രണ്ടും കൂടെ ചേർന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. മനസ്സിലായില്ലേ? പലരും ധാരണ ഈ ലക്കി നമ്പർ ഉണ്ടെങ്കിലേ വണ്ടി നേരെ ഓടുകൊള്ളെന്നാണ്. ഒരു നസ്രാണിക്ക് ഇതിന്റെ ആവശ്യം എന്നാ? മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക.
പുരോഹിത സ്ഥാനികൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. സാക്ഷിയില്ലായ്മ തന്നെയാണെന്ന് ഞാൻ പറയേണ്ടി വരും. ഏത് സ്ഥാനീയനായിരുന്നാലും, മേൽപ്പെട്ട സ്ഥാനീയനായിരുന്നാലും താഴെയുള്ള സ്ഥാനീയനായിരുന്നാലും ഒക്കെ ഒരു സാക്ഷ്യമില്ലായ്മയാണ് അതിൻ്റെ അർത്ഥം. 1 രൂപ കൊടുത്തിട്ട് കാറിന് നമ്പർ മേടിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല, അർത്ഥമില്ലാത്ത കാര്യമാണ്. പണ്ട് കൺവെൻഷൻ പ്രസംഗരൊക്കെ കുറ്റം പറയുമായിരുന്നു പെൺകുട്ടികൾ കല്യാണത്തിന് ഒരുങ്ങാൻ പോകുന്നതിനെ കുറിച്ച്, ആയുസിലൊന്നുള്ളൊരു കല്യാണത്തിന് ഒരുങ്ങാൻ പോകുന്നതിനെ കുറിച്ച്. എനിക്കും അവരുടെ നാട്ടിലെ ഭാവത്തിൽ കല്യാണത്തിന് വരുന്നത് സന്തോഷമുള്ള ആളാണ് ഞാനും, അത് നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ കാശ് കൊടുത്ത് നമ്പർ മേടിക്കുന്നവനാ പ്രസംഗിക്കുന്നത് എന്തുവാ പെൺകൊച്ചൊരു കല്യാണത്തിന് ഒരുങ്ങാൻ പോയതിനെ കുറിച്ച്. എന്തിന്റെ സൗന്ദര്യം കൂട്ടാനായത്? ഈ ലക്കിയും പാൻസിയും കൊണ്ട് പോയാൽ വണ്ടി ഇടിക്കാതിരിക്കുമോ? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താ? അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായി നാം അറിയണം. നാം ഈ മരുഭൂമിയിലാണെങ്കിൽ, ഞാൻ ഓർക്കുന്നു, ഞാൻ ഉസ്താദ് സിനിമയുടെ കൂടെ ശമാശനായിട്ട് പോയ ആളാണ്. തിരുമേനിക്ക് അന്നെല്ലാ തിരുമേനിമാർക്കും അംബാസഡർ കാറാണ്. എല്ലാ വണ്ടിയും പെട്രോളാണ്. ഇപ്പം പെട്രോളിന് ഭയങ്കരമായിട്ട് വില കൂടിയപ്പോൾ വണ്ടികളെല്ലാം മറ്റഡോറിൻ്റെ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് ഡീസലൈസ് ചെയ്തു. അന്ന് അംബാസഡർ കാറ് ഡീസൽ വണ്ടി ഇൻബിൽറ്റ് ഇല്ല, ഇറങ്ങിയിട്ടില്ല കമ്പനിയിൽ നിന്ന്. മറ്റു കൂടിയ വണ്ടികളും എല്ലാം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 91-92 കാലഘട്ടത്തിലാണ്. ഉസ്താദ് സിനിമയുടെ വണ്ടി സെമിനാരിക്ക് തൊട്ടടുത്ത് തിരുമേണ്ട വണ്ടി സ്ഥിരമായിട്ട് പണിയിക്കുന്നൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊടുത്തു ഡീസലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ തിരുമേണ്ട ഡ്രൈവർ തങ്കച്ചാൻ എന്നോട് പറഞ്ഞു, ശമാശ, ഡീസലിൻ്റെ വണ്ടിക്ക് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് എല്ലാവരും ഡീസലൈസ് ചെയ്യുമ്പം AC അതിന് ഫിറ്റ് ചെയ്യാറുണ്ട് വണ്ടിക്ക്. നമുക്ക് പുതുപ്പാടിക്കൊക്കെ പോകണ്ട. തിരുമേനിക്ക് 73 വയസ്സുണ്ട്. ബൈപ്പാസ് ഓപ്പറേഷൻ അമേരിക്കയ്ക്ക് പോകുന്ന ആ കാലഘട്ടമാണ്, 5 ബ്ലോക്കൊക്കെ ഉണ്ടായിട്ട്. പണ്ട് നമ്മുടെ വണ്ടിക്ക് ഒരു AC വെക്കണം, നമുക്ക് പുതുപ്പാടിക്കൊക്കെ പോകേണ്ടതാണ് എന്ന് പറഞ്ഞു. ചുമ്മാ അത് കയറി AC വെക്കണമെന്ന് തിരുമോട്ട് പറയാൻ പറ്റില്ല. അല്പം സന്തോഷമാകട്ടൊക്കെ ഒരു തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സന്ദർഭമുണ്ട്, അന്നേരം പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ നേരം കാലമൊക്കെ നോക്കിയിരുന്നു. തിരുമേനി മുറിയിലുണ്ട്. ചെന്ന് ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അല്പം ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി വണ്ടി ഡീസലൈസ് ചെയ്യുകയാണല്ലോ, അതിന് ഭയങ്കര ചൂടാണ്, പെട്രോൾ വണ്ടിയുടെ പോലെയല്ല, അതുകൊണ്ട് നമുക്ക് ഒരു യൂണിറ്റ് AC വെക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞ മറുപടിയുണ്ട്, ഇന്ന് അടി തൊട്ട് മുടി വരെ കേൾക്കേണ്ട ഒരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, ചമാശ, പെട്രോളിന്റെ വിലയേക്കാൾ സഹിക്കാവുന്നതാണ് ഡീസലിന്റെ ചൂട്. പെട്രോളിന്റെ വിലയേക്കാൾ സഹിക്കാവുന്നതാണ് ഡീസലിന്റെ ചൂട്. നാം വിശുദ്ധ കുർബാന നുറുക്കി നൽകുന്ന 100 കണക്കിന് ആളുകൾക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് സത്യം ഓർത്തോണം. കൊണ്ട് AC വേണ്ടെന്ന് പറഞ്ഞു. കർണക്കുറ്റിക്ക് അടി കിട്ടിയ പോലെ കേട്ടത്. ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോയി മുറിയുന്നു. ഞാൻ പക്ഷെ ഇന്നത് ആത്മാഭിമാനത്തോടെ ഇതൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതുപ്പാടിക്കൊന്ന് പോയി, ഡീസലൈസ് ചെയ്ത വണ്ടിയും കൊണ്ട്. നല്ല ചൂട് കാലത്തായിരുന്നു. തൃശ്ശൂർ എന്നിട്ട് ഒരു ചുവട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, അത്ര ചൂടാണ്. പിന്നെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കൊണ്ടിട്ട് 4 ഡോറും തുറന്നിട്ട് കുറേ അധികം അവിടെ ഇരുന്നു. ഇന്ന് എൻ്റെ വണ്ടിക്ക് AC ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മേടിക്കുന്ന ഏത് കൊച്ചു വണ്ടിക്ക് AC ഉണ്ട്. ഒരു AC ഉപയോഗിക്കുന്നതിൻ്റെ അപരാധത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു ഗുണപാഠമുണ്ട് അതിനകത്ത്. നീ ഒരു ചുവട് വെക്കുമ്പോൾ നിന്നോടുകൂടെ കുർബാന അനുഭവിക്കുന്നവൻ മാത്രമല്ല, ഈ സമൂഹത്തിൽ നിന്റെ ഭാഗതയും ഉണ്ടാക്കി തരുന്ന സർവ്വജാതി മതസ്ഥരായിട്ടുള്ളവരുണ്ടല്ലോ ഇവിടെ താമസിക്കുന്നവർ, അവരോട് നിനക്കുള്ള ഒരു ഉത്തരവാദിത്വം. പെരുന്നാൾ വെറുതെ ആഘോഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഉത്തരവാദിത്വം നിറവേറ്റി മാത്രമേ നീ ഒരു ചുവട് വെക്കാവൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കിട്ടുന്നതെല്ലാം അനുഭവിച്ചതിൽ കുളിച്ചു കയറാമെന്നൊരു ക്രൈസ്തവൻ വിചാരിക്കുന്നുവെങ്കിൽ, അവൻ വിശ്വാസിയായാലും പുരോഹിതനായിരുന്നാലും, അവനെ കൊണ്ട് ഈ സമൂഹത്തിനൊന്നും ചെയ്യാനില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ കുറച്ചുകൂടെ വെല്ലുവിളികൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കഴിയണം.
നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം, ബെഞ്ചമിൻ സഫാനി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കറുത്ത വർഗത്തിൽപ്പെട്ടൊരു കവി ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെ ഒത്തിരി കവിതകൾ എഴുതും. അതെല്ലാം ഈ കറുത്ത വർഗക്കാരുടെ വിമോചനത്തിന് വേണ്ടിയായിരുന്നു. ആ സമയത്താണ് കുവൈറ്റ് യുദ്ധം നടക്കുന്നത്. ബ്രിട്ടനും അമേരിക്കയോട് ചേർന്ന് ഇറാഖിനെ ആക്രമിക്കുന്ന ഒരു സന്ദർഭം. ആ ഒരു സമയത്ത് ബ്രിട്ടന്റെ ഏറ്റവും വലിയ ബഹുമതിയായിരിക്കുന്ന, നമ്മുടെ പത്മ അവാർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും വലിയ ബഹുമതിയായിരിക്കുന്ന ദ ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്ന ഓർഡർ ഈ ബെഞ്ചമിൻ സഫാനിക്ക്, കറുത്ത വർഗ്ഗക്കാരന്, ചുമ്മാ അങ്ങിട്ട് കൊടുത്തു. അദ്ദേഹത്തിന് മാത്രമല്ല, ഒരു ഇന്ത്യക്കാരനായ ബ്രിട്ടനിൽ താമസിച്ച് ബിസിനസ് നടന്നൊരു കപൂർ ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും കൂടെ അവിടുത്തെ കപൂർ 2 കൈ നീട്ടി മേടിച്ചു. പക്ഷെ ഈ കറുത്ത വർഗ്ഗക്കാരനായ ബെഞ്ചമിൻ സഫാനി, അദ്ദേഹം പറയുന്ന ചില വാക്കുകളുടെ മനോരമയിൽ ഫീച്ചർ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, ഈ വലിയ ബഹുമതിയുടെ ടൈറ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാ, ദൈവത്തിന്റെ നാമത്തിൽ. ഞാൻ ചോദിച്ചു, ഏത് ദൈവത്തിന്റെ നാമത്തിൽ? ഏത് ദൈവത്തിന്റെ നാമത്തിൽ? കറുത്ത വർഗ്ഗക്കാരനെ ഇല്ലായ്മ ചെയ്യുന്ന വെളുത്ത വർഗ്ഗക്കാരന്റെ ദൈവം എനിക്കൊട്ടും വിശ്വാസമില്ലെന്ന്. ഏത് ദൈവത്തിന്റെ നാമത്തിൽ? പിന്നെ എംപയർ എന്ന വാക്ക് അധീശത്വത്തിന്റെ സ്വഭാവമാണ്. സാമ്രാജ്യം, അത് മറ്റുള്ളവരെ അധീശത്വത്തിൽ കൊണ്ടുവരാനുള്ള സ്വഭാവത്തിന്റെ ഭാഗമാണ് വാക്ക്. ഞാനതിനെ പുച്ഛിച്ചു തള്ളുന്നു, ഇനി എനിക്ക് വേണ്ട എന്ന് പറയുക. നമ്മൾ ഓർക്കണം, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം തങ്കലിപികളിൽ തന്റെ പേര് രേഖപ്പെടുത്തപ്പെടുന്ന ബ്രിട്ടന്റെ ഏറ്റവും വലിയ അവാർഡ് ബെഞ്ചമിൻ സഫാനിക്ക് കിട്ടുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അവന്റെ തൊലി കറുത്തതാണെങ്കിലും അവനോളം ഉള്ളു വെളുത്ത ഒരു മനുഷ്യൻ ബ്രിട്ടനിലില്ല. നിങ്ങൾ എനിക്ക് അവാർഡ് തന്ന് ഈ സമയത്ത് എന്നെ മാറ്റി നിർത്തുന്നത് ഈ കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടാതെ അവരെ കൂടെ നിങ്ങൾ അനാവശ്യമായി നടന്ന യുദ്ധത്തിന് അത് ശരിയാണെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേറെ ആളെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ തലമുറയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യന്റെ കാര്യം പറയണേ. ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവൻ ബഹുമതി ഒരുവനെ തലയിൽ കെട്ടി വെക്കുമ്പോ അവൻ പറഞ്ഞു, ഞാൻ മരുഭൂവാസിയാണ്, എനിക്ക് രാജകീയം വേണ്ട, എനിക്ക് രാജകീയം വേണ്ട, ഞാൻ മരുഭൂവാസിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടി എന്റെ പൗരത്വം അവിടെയാണെന്ന് പറയുന്ന ഉസ്താദ് സിനിമയ്ക്ക് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പത്മ അവാർഡിന് വേണ്ടി 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു കുറെ പേര്. തിരുമേനി കൺസെന്റ് തന്നാൽ ഞങ്ങൾ അതിന്റെ നടപടിയുമായിട്ട് മുമ്പോട്ട് പോവാം. തിരുമേനി പറഞ്ഞു, ഇവിടുത്തെ അവാർഡ് കിട്ടിയിട്ട് മേളത്തെ അവാർഡ് കിട്ടിയില്ല എങ്കിൽ എന്നെ എടുക്കും, അതുകൊണ്ട് ആ അവാർഡ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ ധാരണ പത്മ അവാർഡെന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്താന്നാ? ഒന്നുമല്ല, വലിയ പോരാട്ടങ്ങളുടെ അധ്യായം ഇതിന്റെ പിന്നിലുണ്ട്. മനസ്സിലായില്ലേ? രാഷ്ട്രീയമായിട്ടും ഒക്കെയുള്ള പോരാട്ടങ്ങളുടെ അധ്യായങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന്റെ ആവശ്യമില്ല. ഇവിടുത്തെ അവാർഡൊക്കെ കിട്ടുന്ന മേളത്തെ അവാർഡ് കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ? മരുഭൂമിയിലാണ് തോന്നൽ. മരുഭൂമിയിലാണെങ്കിൽ രാജകീയം ഇവിടുത്തെ രാജകീയമല്ല, സ്വർഗീയ രാജകീയമുണ്ട്. അതാണ് ഈ ശ്മൂനിയും മക്കളും ഒക്കെ പറഞ്ഞൊരു കാര്യം. നമ്മുടെ ജീവിതത്തിന് സാക്ഷ്യം. നമ്മൾ കുളിച്ച് കയറാൻ തീരുമാനിച്ച് നനഞ്ഞിറങ്ങി കുളിച്ച് കയറുക എന്നല്ല നമ്മളിപ്പോൾ പറയുന്ന ഫ്രൈസ്. നമ്മുടെ മുമ്പിലുള്ള എല്ലാം അനുഭവിച്ച് പോകാനായിട്ടുള്ള ഒരു സാധ്യതയല്ല. നോമ്പിന്റെ മക്കളാണ്, ചിലതൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. 3-ാമത്തെ ഭാഗം, അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഓട കാണാൻ പോയതല്ല, കാറ്റടിക്കുമ്പോൾ തലചായ്ക്കുന്ന ഓട കാണാൻ പോയതല്ല. 2ാമത് മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെ കാണാൻ പോയതല്ല. 3ാമത് കർത്താവ് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് കാണാൻ പോയതാ? ഒരു പ്രവാചകനെ കാണാൻ പോയതാണോ? കർത്താവ് തന്നെ പറഞ്ഞു, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രവാചകനിലും മികച്ചവനെ തന്നെ. കർത്താവ് മറ്റൊരു സാക്ഷ്യം യോഹന്നാനെ കുറിച്ച് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപ യോഹന്നാനേക്കാൾ വലിയവൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഇത് കേട്ടിട്ട് ഓർത്തഡോക്സുകാരനായ ഒരു ഉപദേശി സമാജത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ഇരിക്കെ ചെയ്താണ്, യോഹന്നാൻ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. എന്താ കാര്യം? ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ
വലിയവനാണ്, പിന്നെ യോഹന്നാനെ ഒപ്പാൻ പറ്റുമോ? നമ്മൾ പലപ്പോഴും വേദപുസ്തകത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. യോഹന്നാന്റെ ഇടം എന്താണ്, നമ്മുടെ ഇടം എന്താണ്, ഇത് മാത്രം അറിഞ്ഞാൽ മതി. യോഹന്നാൻ ആരാണ്? കർത്താവിൻ്റെ മുന്നോടിയാണ്, അവൻ്റെ സ്നേഹിതനാണ്, അവൻ്റെ തോഴ്മക്കാരനാണ്. നാം ആരാണ്? ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. നാം വ്യക്തിയായും സഭയായും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. തോഴ്മക്കാരിക്കാണോ മണവാട്ടിക്കാണോ സ്ഥാനം? കണ്ടില്ലേ, മണവാളിന് ഒരു തോഴ്മക്കാരനും മണവാട്ടിക്ക് ഒരു തോഴ്മക്കാരിയൊക്കെ വേണമെന്നാണ് നമ്മുടെ പാരമ്പര്യത്തിൽ. ഇപ്പൊ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ നിൽക്കുന്ന രണ്ടുപേരുണ്ട്. ശുശ്രൂഷയിലൂടെ ഈ വരൻ ക്രിസ്തുവിന്റെ മണവാളിത്വത്തിന്റെ പങ്കാളിയാകുന്നു, അവൾ സഭയുടെ മണവാട്ടിത്വത്തിന്റെ പങ്കാളിയാകുന്നു, പരസ്പരം സംയോജിക്കപ്പെടുന്നു. ഏക ശരീരമായിട്ട് ഇവർ സംയോജിപ്പിക്കപ്പെടുമ്പോൾ ഇവരെല്ലാം പോകും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയാമോ? മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളുടെ സ്നേഹിതനോ നിന്ന് അവൻ്റെ സ്വരം കേട്ടിട്ട് ആദ്യത്തെ സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. അവൻ്റെ സ്നേഹിതനായിരുന്ന, മണവാളിൻ്റെ സ്നേഹിതനായിരുന്ന തോഴ്മക്കാരായിരിക്കും പറയുകയാണ്, മണവാളിനെ അവതരിപ്പിച്ചു കഴിഞ്ഞു. കണ്ടാൽ ലോകത്തിന്റെ പാപത്ത് വഹിക്കും ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് സഭയുടെ മുൻപാകെ ഈ മണവാളിനെ അവതരിപ്പിച്ചു. മണവാട്ടി മണവാളിനെ കണ്ടെത്തിയിരിക്കുന്നു. എനിക്ക് പൂർണ്ണ സന്തോഷമായി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പിന്മാറുകയാണ്. നാം തിരിച്ചറിയണം, യേശുക്രിസ്തുവിന്റെ മണവാളത്വത്തിന്റെ സ്നേഹിതനും വഴിയൊരുക്കുന്നവനും തോഴ്മക്കാരനും ഒക്കെ ആയിരുന്നു സ്നാപക യോഹന്നാൻ. പക്ഷേ പരിശുദ്ധ സഭയിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്ന പോലും ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അപ്പൊ സ്നാപക യോഹന്നാൻ ഇത്ര വലിയവനായിരുന്നെങ്കിൽ നാം എത്ര വലിയവരായിരിക്കും? ഇതാണ് അതിന്റെ ധ്വനി. മനസ്സിലായില്ലേ? സ്നേഹിതനും തോഴ്മക്കാരനുമായിരുന്ന സ്നാപക യോഹന്നാൻ ഇത്ര വലിയവനായിരുന്നെങ്കിൽ ദൈവരാജ്യത്തിൽ കൗദാശ്യ അനുഭവങ്ങൾ കൂടെ കടന്നു. നമുക്കറിയാം, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. യോഹന്നാൻ വരെയുള്ളവർക്ക് കർത്താവിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ച് കൗദാശ്യ അനുഭവത്തിൽ ക്രിസ്തുവിനോടുകൂടെ ആ അർത്ഥതലത്തിൽ ആത്യന്തിക പദ്ധതിയിൽ അവരുണ്ടാകും. ഒരു തർക്കവും വേണ്ട. സഭയുടെ അംഗങ്ങളായി മാറാനായിട്ട് കഴിഞ്ഞില്ല, പുതിയ നിയമസഭയുടെ. അത് കഴിഞ്ഞ വലിയ മനുഷ്യരാണ് നമ്മളൊക്കെ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ കാര്യം? അവന്റെ തിരുശരീരങ്ങൾ ചരിത്രാതീതമായി ചരിത്രത്തിന്റെ ഉള്ളിൽ ജീവിക്കാൻ അവസരം കിട്ടിയവരാ. നമ്മൾ ഈ ചരിത്രത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിന്റെ ഭക്ഷണം ഇപ്പൊ കഴിക്കുന്നത് നമ്മള്. ഈ ചരിത്രത്തിന്റെ ഉള്ളിൽ, ഈ 4 കെട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ചരിത്രത്തിന്റെ ഉള്ളിൽ നിത്യജീവന്റെ ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയവരാണ് നാം. യോഹന്നാൻ വരെയുള്ളവർക്ക് ഇത് സാധിച്ചിട്ടില്ല. ഇതാണ് നമുക്കുള്ള യുണീക്നെസ്. അവന്റെ മണവാട്ടികളാണ് നാം. അവന്റെ കൗദാശ്യാനുഭവങ്ങളുടെ പങ്കാളികളാണ്. ചരിത്രത്തിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ തന്നെ ചരിത്രാതീതമായി ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരാണ് നാം. എപ്പോഴെങ്കിലും നമുക്ക് ഇക്കാര്യം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ അമ്മയ്ക്കും മക്കൾക്കും അത് ബോധ്യപ്പെട്ടു. ആരെന്ത് വെച്ച് നീട്ടിയാലും, എത്ര വലിയ ലോകത്തിനെ നീട്ടിയാലും, ചരിത്രത്തിന്റെ ഉള്ളിൽ ചരിത്രാതീതമായി ജീവിക്കാൻ പിതാക്കന്മാരുടെ മാതൃക അത് മാത്രമാണ് എന്നുറച്ച് വിശ്വസിച്ച ഒരമ്മയും മക്കളുമാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവൻ കൊടുക്കേണ്ടി വന്നവർ നിസ്സാരമായിട്ടല്ല, മനുഷ്യന്റെ ഈ മസ്തിഷ്കത്തിൽ ഒതുങ്ങാൻ കഴിയാത്ത വിധത്തിൽ തീവ്രമായ നിലയിൽ ജീവൻ കൊടുക്കേണ്ടി വന്നവരുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നവരാണ് നാം. ചെറിയ നഷ്ടങ്ങളൊക്കെ സഹിച്ചുകൂടെ? വലുതൊന്നും വേണ്ട. ഇത്രമാത്രം ആത്മീയരൊന്നും ആയിരിക്കില്ല നാം. ഒരു അല്പബോധ്യം ഈ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിക്കൂടെ? ക്രിസ്തുവിന്റെ തോഴ്മക്കാരനും സ്നേഹിതനുമായിരുന്നവൻ ഇത്രമാത്രം വലിയ അവസ്ഥയിലാണെന്ന് കർത്താവ് പറയും. പ്രവാചകനേക്കാൾ അതീതമാണ് എന്ന് പറയുമ്പോൾ ഒരു മണവാട്ടിയായിരിക്കുന്ന ഒരു മണവാളിന് മണവാട്ടിയോടും മണവാട്ടിക്ക് മണവാളിനോടുമുള്ള പരസ്പര ഉത്തരവാദിത്വം എന്താണെന്ന് പ്രത്യേകം അറിയിക്കേണ്ട കാര്യമുണ്ടോ? വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തിന്റെ പാരസ്പര്യം നമുക്കറിയാം. എവിടെയാണ് ഇതൊക്കെ ഇന്ന് ആക്ടിവിറ്റി ചെയ്യപ്പെടുന്നത്? കുടുംബത്തിലുണ്ടോ?
പങ്കാളിക്ക് അല്പം സ്നേഹം കുറവാൻ തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? 1 സെന്റിമീറ്റർ പങ്കാളി തമ്മിൽ നകന്നാന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? 2 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് വരും. ഇപ്പോൾ എത്ര സെന്റിമീറ്റർ ആയി? 3 സെന്റിമീറ്റർ ആയി. നമ്മൾ എന്നിട്ട് 2 ഫ്രൈസ് കൂടെ പറയും. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. പിന്നെ നോക്കാത്ത രാജാവിനെ ബഹുമാനിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ശൈലി. ഈ ക്രിസ്തു വന്നതും വെള്ളമെടുത്ത് കാല് കഴുകിയതും അവൻ എന്നെ തിരിച്ചു കൊടുക്കുന്നതും ഒന്നും ഒരു വിഷയമല്ല. അതൊന്നും അക്കൗണ്ടിലില്ല. മശിഹാമ്പുരാൻ ഇറങ്ങി വന്നതും തോർത്തെടുത്ത് കൊടുത്തതും ഈ മൺമേന്റെ പാദം കഴുകിയതും സ്വർഗസേനകൾ ഭ്രമിച്ചു പോയി എന്നൊക്കെയാ പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ ദാസനായി മാറി നിന്നെ സ്വതന്ത്രനാക്കിയ ഒന്നും നമുക്ക് വിഷയമല്ല. നോക്കാത്ത രാജാവിനെ നമ്മൾ ബഹുമാനിക്കത്തില്ല. പാല വിട്ടാൽ ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടില്ല. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, ഇപ്പൊ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് LP സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളുടെ ഈ റബ്ബറും പെൻസിലും പോലെ. റബ്ബർ തന്ന പെൻസിൽ തരാം, അതിനപ്പുറമൊന്നുമില്ല. എവിടെ അവസാനിക്കുന്നത്? എന്തെങ്കിലും നഷ്ടം ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എനിക്ക് തന്നെയല്ല. വി ആർ സ്ട്രൈവിംഗ് ഫോർ ഇക്വാളിറ്റി വിത്ത് അവർ പാർട്ട്ണർ. ആ ലെവൽ ഓഫ് ഇക്വാളിറ്റി എന്നാന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സ്ത്രീകൾ പുരുഷന്മാരോളം തുല്യതയ്ക്ക് വേണ്ടി പോരാടുകയാണ്. ഏക ശരീരമായ ക്രിസ്തുവിൽ ഒന്നായി ജീവിക്കാൻ ഒരേ ശരീരമെന്ന് കർത്താവ് പറഞ്ഞതിലേക്ക് ദൈവകൃപയിൽ സംയോജിപ്പിച്ചതാ. രണ്ടുപേർക്ക് അവരവരുടെ അവകാശങ്ങളെ കുറിച്ച് മാത്രമേ ഇപ്പോൾ അറിയത്തുള്ളൂ. പങ്കാളി ചെയ്തു തന്നിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. ചെയ്തു തന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും അറിഞ്ഞൂടാ. നമ്മൾ ഭയങ്കര പോരാട്ടത്തില്ല. ഈ അമ്മയും മക്കളും പോരാടി, നമ്മളും പോരാട്ടത്തില്ല. പോരാട്ടത്തിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായാൽ മാത്രം മതി. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മണവാട്ടികൾക്ക് നാം അനുഭവിക്കുന്ന വ്യവസ്ഥയില്ലാത്തൊരു സ്നേഹമുണ്ടല്ലോ, ഏകപക്ഷീയമായൊരു സ്നേഹം, അത് പ്രായോഗികമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ആ സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രമേ ഈ തലമുറയിൽ ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാകാനോ ആരെങ്കിലും നേടാനോ അല്പമെങ്കിലും വേദന സുബോധത്തോടെ ഈ ജീവിതത്തിൽ ഏറ്റെടുക്കാനും കഴിയുകയുള്ളൂ. ഈ പെരുന്നാൾ ആഘോഷത്തിൽ ഈ ദൈവാലയത്തിന്റെ പുതുക്കം, അല്ലെങ്കിൽ അത് നവീകരിക്കപ്പെട്ട് പുനരുദ്ധരിച്ച് അത് കൂദാശ ചെയ്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജീവിതത്തിന് ഒരു തിരിച്ചറിവ്. മരുഭൂമിയിലാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ കാറ്റിനാൽ ഉലയുന്ന ഓടയ്ക്ക് സമാനമായി തലചായ്ക്കാൻ വേണ്ടിയല്ല. ഇവിടെ രാജകീയം അന്വേഷിച്ച് സകലവും പിടിച്ചടക്കി ജീവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ജീവൻ എനിക്ക് വേണ്ടി തന്ന, എന്നെ മണവാട്ടിയായി സ്വീകരിച്ച ഒരു കർത്താവുണ്ട്. മണവാളിനോടുള്ള ഉത്തരവാദിത്വം ഇതാണെന്ന് ഈ തലമുറയിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ജീവിക്കുന്ന സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളും ആധ്യാത്മിക ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും അതിന് നമ്മെ സഹായിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിനായിട്ട് വന്നിയ വൈദിക ശ്രേഷ്ഠർ എല്ലാവരോടും നിങ്ങളെല്ലാവരോടുമുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ദൈവാലയം വളരെ മനോഹരമായിരിക്കുന്നു. അധ്വാനിച്ച വൈദികരോടും നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. പക്ഷേ ഈ പുതുക്കം ജീവിതത്തിൽ നിരന്തരമായി അനേകരെ പുതുക്കുവാൻ പ്രാപ്തിയുള്ള ജീവിതത്തിൻ്റെ ഭാഷയാകണം. അവിടെയാണ് നമുക്ക് സ്വാധീനങ്ങൾ ചെലുത്തുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.